നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചില പരാമർശങ്ങൾ, ചില പ്രസ്താവനകൾ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറ്റ്സ് ടൈം ടു ലുക്ക് ഫോർ എ ന്യൂ ലീഡർഷിപ്പ് ഇൻ ഇറാൻ എന്നാണ്. അതായത് ഇറാനിൽ പുതിയ ഒരു നേതൃത്വം അത് വരണമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് ഇറാൻ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള അലി ഖംനായിയെ ഒരു സിക്ക് മാൻ, അതായത് ഒരു ദുർബലനായിട്ടുള്ള വ്യക്തി എന്ന രീതിയിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 86 വയസ്സുള്ള അദ്ദേഹത്തെ സിക്ക് മാൻ എന്ന് വിളിക്കുമ്പോൾ പോലും, ട്രംപ് ഇങ്ങനെ വിളിക്കുമ്പോൾ പോലും ഈ ഒരു പ്രായത്തിലും അമേരിക്കയ്ക്ക്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനികപരമായിട്ടും അല്ലാതെയും ശക്തിയാണ് എന്ന് ലോകം തന്നെ പറയുന്ന, അല്ലെങ്കിൽ അമേരിക്ക തന്നെ പറയുന്ന ഒരു രാജ്യത്തിനെതിരെ ഇപ്പോഴും ഈ ഒരു 86-ാം വയസ്സിലും ഒരു വെല്ലുവിളിയായി നിൽക്കുന്നൊരു വ്യക്തി സിഗ്മാൻ എന്നൊക്കെ വിളിക്കുന്നതിൽ എന്തുകൊണ്ട് ലോജിക്കുണ്ട് എന്നുള്ളത്, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ അദ്ദേഹം, അതായത് ട്രംപ് പറഞ്ഞ ബാക്കി കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. ട്രംപ് പറയുന്നത് 800-ലധികം വരുന്ന പ്രതിഷേധക്കാരെ അവരെ തൂക്കിലേറ്റാതിരുന്ന ആ ഒരു തീരുമാനമാണ് ഖംനായി എടുത്തിട്ടുള്ള ഏറ്റവും മികച്ച തീരുമാനമെന്നാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് ജീവിക്കാനായിട്ട് ഏറ്റവും പ്രയാസമുള്ള രാജ്യമെന്നാണ് ട്രംപ് ഇറാനെക്കുറിച്ച് പറയുന്നത്. ട്രംപിൻ്റെ ഈ ഒരു പ്രസ്താവന നമ്മൾ വിശദമായി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അതായത് ഇറാനെ ലക്ഷ്യം വെക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇറാൻ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള അലി ഖംനായിക്ക് നേരെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇറാനിൽ പ്രക്ഷോഭങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ നിന്ന്, ഇറാനിൽ നിന്ന് നമ്മൾ കാണുന്നത്. ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് കൊല്ലപ്പെടുന്നത് എന്ന രീതിയിലെല്ലാം തന്നെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഹ്യൂമൻ റൈറ്റ്സ് ഏജൻസികൾ പറയുന്നത് ഏകദേശം 3000-ന് മുകളിൽ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് ഏജൻസികൾ തന്നെ പറയുന്നത്. പക്ഷേ അവിടെ ഇൻ്റർനെറ്റ് എല്ലാം ബാനായിരിക്കുന്നത് കൊണ്ട് തന്നെ, വിലക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എത്ര പേർ മരിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊരു കറക്റ്റായിട്ടുള്ള, അതായത് എത്ര നമ്പേഴ്സ് എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഖംനായി തന്നെ നേരിട്ട് വന്ന് ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഖംനായി പറയുന്നത്, അതായത് ഇറാൻ സുപ്രീം ലീഡർ തന്നെ പറയുന്ന ഒരു കാര്യം, അമേരിക്കൻ പ്രസിഡന്റാണ് ഈ മരണങ്ങൾക്കെല്ലാം ഉത്തരവാദി എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത് പരസ്പരം രണ്ടുപേരും, അതായത് ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും പരസ്പരം ആരോപണങ്ങൾ ഇവിടെ ഉന്നയിക്കുകയാണ്. ഇനി ട്രംപ് സിഗ്മാൻ എന്ന് വിളിച്ചിട്ടുള്ള, ദുർബലൻ എന്ന് വിളിച്ചിട്ടുള്ള ആയത്തുള്ള അലി ഖംനായിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. 1989 മുതലാണ് ഖംനായി ഇറാൻ്റെ സുപ്രീം ലീഡറാകുന്നത്. പാർലമെൻറ്റ്, കോടതി, സൈന്യം തുടങ്ങിയവയെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ 4 വർഷത്തേക്കല്ല, ലൈഫ് ടൈം പവറാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത്. ഖംനായി അമേരിക്കയെ നേരിട്ട് വെല്ലുവിളിച്ചിട്ടുള്ള നേതാവാണ്. അതായത് യെസ് സാർ എന്ന് അമേരിക്കയോട് പറയാത്ത നേതാവ്, അമേരിക്കൻ ഉപരോധങ്ങളോട് മുട്ടുമടക്കാത്ത നേതാവാണ്. നെഗോസിയേഷൻ പോലും ഓൺ ടേംസിൽ മാത്രമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഒന്നും തന്നെ അമേരിക്കൻ സമ്മർദ്ദം മൂലം നിർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഒബാമ അഡ്മിനിസ്ട്രേഷൻ ഇറാനുമായി ഡീൽ സൈൻ ചെയ്യാൻ നിർബന്ധിതമായി. ആ ഒരു സമയത്തും ഇറാൻ്റെ സുപ്രീം ലീഡറായിട്ട് നിന്നത് ഇതേ ഖമേനി തന്നെയാണ്. അതായത് അമേരിക്കയെ നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടെത്തിച്ച വ്യക്തിയും ഇദ്ദേഹം തന്നെയാണ്. ഇറാനെ ഒറ്റപ്പെടുത്താനായിട്ട് വെസ്റ്റേൺ രാജ്യങ്ങൾ ശ്രമിച്ച ആ ഒരു സമയത്ത് പോലും ഖംനായി ചൈനയെയും അതുപോലെ തന്നെ റഷ്യയെയും കൂട്ടുപിടിച്ച് ഒരു അലയൻസ് ഉണ്ടാക്കാനായി ശ്രമിച്ചു. ട്രംപ് ഖംനായിയെ വിളിച്ചത് സിഗ്മാൻ, ദുർബലനായിട്ടുള്ള മനുഷ്യൻ എന്നാണ്. എന്നാൽ 35 വർഷമായിട്ട്, ഒന്നും രണ്ടുമല്ല 35 വർഷമായിട്ട് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഈ ഒരു വ്യക്തിയെ സിഗ്മാൻ എന്ന് വിളിക്കാൻ പറ്റുമോ, ദുർബലൻ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം അവിടെ തന്നെയുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ, അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരം ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിനുള്ള പ്രധാന കാരണം ഖംനായി അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെയോ താല്പര്യമനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല.
അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും. ട്രംപ് പറഞ്ഞിട്ടുള്ള സിഗ്മാൻ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം അതൊരിക്കലും ആയത്തുള്ള അലി ഖംനായിക്ക്, അതായത് ഇറാൻ്റെ സുപ്രീം ലീഡറിന് ഒരിക്കലും ചേർന്നതല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും അങ്ങനെ പറയുന്നത് തന്നെ ശരിയായിട്ടുള്ള ഒരു കാര്യവുമല്ല. നമ്മൾ ചരിത്രം നോക്കിയാൽ നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിക്കുക.